കോൺഗ്രസ് സമരാഗ്നി യാത്രയ്ക്ക് തൊടുപുഴയിൽ വൻ വരവേൽപ്പ്. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നിവർ ചേർന്ന് നയിക്കുന്ന ജാഥയ്ക്ക് മങ്ങാട്ടുകവലയിലാണ് സ്വീകരണം നൽകിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ജാഥ നടത്തുന്നത്. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ എം.പി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നിവർ ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നടത്തുന്ന ജാഥയ്ക്ക് മങ്ങാട്ടുകവലയിലാണ് സ്വീകരണം നൽകിയത്. ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് ജാഥയെ വരവേറ്റു. ഡി.സി.സി പ്രസിഡന്റ് സി.പി. മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ സമ്മേളനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം.പി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ അസ്തിത്വം തകർത്തിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അടിവേര് തോണ്ടിയിരിക്കുന്നു. ഇന്ത്യ എന്ന ആ സങ്കല്പത്തെ, ഇന്ത്യ എന്ന വിശ്വാസത്തെ, ഇന്ത്യ എന്ന ആശയത്തെ പൂർണ്ണമായി തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഡീൻ കുര്യാക്കോസ് എം.പി, ജെ.പി. മേത്തർ എം.പി, നേതാക്കളായ എം. ലിജു, അഡ്വക്കേറ്റ് എസ്. അശോകൻ, ജോസി സെബാസ്റ്റ്യൻ, വി.പി. സജീന്ദ്രൻ, പി.എം. നിയാസ്, പഴകുളം മധു, ബിന്ദു കൃഷ്ണ, എം.എം. നസീർ, പി.എ. സലീം, ആലിപ്പറ്റ ജലീമ, കെ.പി. ശ്രീകുമാർ, റോയ് കെ. പൗലോസ്, ഇബ്രാഹിംകുട്ടി കല്ലാർ, ജോയി വെട്ടിക്കുഴി, വി.പി. സ്കറിയ തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.